അമേരിക്കയുടെ വാക്കിന് പോലും പുല്ലുവില കൊടുക്കുന്ന തരത്തിലാണ് പാകിസ്ഥാന്റെ സൈനികർ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഇത്തരത്തിൽ JD വാൻസ് നേതൃത്വം എടുത്ത് നടത്തിയ ഒരു ചർച്ച അവരുടെ അവകാശപ്രകാരമാണെങ്കിൽ വലിയ തോതിൽ അമേരിക്ക ചർച്ച നടത്തി ഇരു രാജ്യങ്ങളുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും അതേപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫുമായിട്ടും അസിം മുനാറുമായിട്ടും എല്ലാം തന്നെ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് 48 മണിക്കൂറെടുത്തു ഈ ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്താനായിട്ട്. അവിടെ നിന്നും മണിക്കൂറുകൾ വെറും 3 മണിക്കൂർ മാത്രം പിന്നിടുന്ന സമയത്താണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ലംഘനം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ വിലയ്ക്ക് എത്രമാത്രമാണ്, ട്രംപിൻ്റെ വാക്കിന് എത്രമാത്രം വിലയാണ് പാകിസ്ഥാൻ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ആകെ ഉയരുന്നുണ്ട്. ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്നല്ല, ലോക ആളുകൾക്കിടയിൽ നിന്നും വലിയ തോതിൽ ഇപ്പോൾ ലോകത്താകമാനം ഈ ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ IMFിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അവിടെ പാകിസ്ഥാന് വേണ്ടി സഹായം നൽകാൻ ധാരണയാവുന്നു. ഏകദേശം $1 ബില്യൺ, അതായത് 8500 കോടി രൂപയുടെ സഹായം നൽകുന്നു. അതിലും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് അമേരിക്കയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്താനുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നു. അത് പക്ഷേ ചില പേടിപ്പിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം അത് മൂർച്ഛിച്ച് മറ്റൊരു തലത്തിലേക്ക് പോയി. വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം JD വാൻസ് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും ഈ സർക്കാരുകളുടെ തീരുമാനം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇങ്ങനെയാണ് പറഞ്ഞത്. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO ഇന്ന് ഉച്ചയ്ക്ക് 3:35 ഇന്ത്യൻ DGMOയെ വിളിക്കുകയായിരുന്നു. കരയിലും ആകാശത്തുമുള്ള എല്ലാ വെടിവെപ്പുകളും സൈനിക നടപടികളും ഇരുപക്ഷത്തു നിന്നും നിർത്തുമെന്ന് ധാരണയായി എന്ന്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ ആയില്ല. അതിനു മുൻപ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷെല്ലാക്രമണത്തിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ. ഒരു പക്ഷേ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുക്കുന്നു, പക്ഷേ മിലിറ്ററി ലീഡർഷിപ്പ് അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർ ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല. അത് ഇതിനു മുൻപ് നമ്മൾ പലതവണ പാകിസ്ഥാനിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഭരണ നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നു, അതിനോടനുസരിച്ച് സൈനിക നേതൃത്വം വരുന്നില്ല. ആ രണ്ട് ലീഡർഷിപ്പ് തമ്മിലുള്ള പ്രശ്നമായിരിക്കുമോ ഇന്നലെ ഈ പാകിസ്ഥാനിലെ പ്രകോപനമായി നമ്മൾ കണ്ടത് അതിർത്തിയിൽ? അർജുൻ, ആര്യ, നമുക്ക് അങ്ങനെയും അനുമാനിക്കാം. കാരണം ഇന്ത്യയെ പോലെയുള്ളൊരു ഭരണകൂടമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച്. അവിടെ കാര്യങ്ങൾ രണ്ട് തട്ടിലാണ്. അതായത് ഒരു ഭരണകൂടമുണ്ട്, ഒരു സൈനിക ഭരണകൂടം മറ്റൊന്നാണ്. അസിം മുനീറിൻ്റെ കാര്യങ്ങളാണ് അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ കാര്യങ്ങളായി തന്നെ തീരുമാനിക്കപ്പെടുന്നതും. അസിം മുനീറിൻ്റെ ഒരു കളിപ്പാവയായിട്ട്, കയ്യിലെ ഒരു കളിപ്പാട്ടം മാത്രമായിട്ടാണ് പല ഘട്ടത്തിലും ഈ ഷഹബാസ് ഷരീഫ് പ്രവർത്തിക്കാറുള്ളതും. അസിം മുനീറിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് നിലവിൽ പാകിസ്ഥാനിലുള്ളത്. മാത്രമല്ല അവിടെ DGMO തലത്തിലാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്, ഇന്ത്യയുമായി സംസാരിക്കുന്നത്. സൈനിക തലത്തിൽ, ഉന്നത തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ച നടത്തി ധാരണയായി എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു ധാരണ, അതിൻ്റെ കാര്യങ്ങൾ കീഴ് പോസ്റ്റ് വരെ എത്താൻ, ഏറ്റവും താഴെത്തട്ടിലേക്കും ഏറ്റവും താഴെ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള പാക് റേഞ്ചർമാരുടെ പോസ്റ്റുകളിലേക്ക് എത്താനായിട്ട് ഇന്ത്യയെ പോലെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിരോധ മേഖലയിലെ വിദഗ്ധരും വക്താക്കളും പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലൊരു കരാർ വരുന്ന സമയത്ത് നമ്മൾ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നടപടികളും നീക്കങ്ങളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നതിന് മുൻപ്, അതായത് അവരുടെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇത് ആദ്യത്തെ കാര്യമല്ല. ഇതിനു മുൻപും ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറും ധാരണയും എല്ലാം തന്നെ ഉണ്ടായപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിർത്തിയിൽ ഷെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്, അതിൽ മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത്, നമ്മുടെ സൈനികരുടെ ഭാഗത്തായാലും ജമ്മു കാശ്മീരിലെ സാധാരണക്കാരുടെ ഭാഗത്തായാലും ഈ ധാരണ ഉണ്ടായിട്ടുള്ള സമയത്ത്, ഇതിന് മുൻപായിട്ടാണെങ്കിലും അതിലെല്ലാം തന്നെ പല ലംഘനവും പാകിസ്ഥാൻ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് DGMO തലത്തിൽ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റൊരു ഉന്നതതല ചർച്ച നടക്കാൻ പോകുന്നത്. അതിൻ്റെ സമയം വരെയെങ്കിലും നമ്മൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ കാത്തിരിക്കണം.